ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ ലോയർ ഡസ് ഇസ് മോർഗേജ് അഡ്വൈസേഴ്സ് ആണ് ക്ലയൻസിൻ്റെ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നത്. അതെല്ലാം ശരിയായി കഴിയുമ്പോഴത്തേക്കും the license with the bank comes on the day of settlement. Not just on the day before that, because എല്ലാം ഇതായി കഴിയുമ്പോൾ ബാങ്ക് ഞങ്ങൾക്ക് ലോയേഴ്സിനാണ് ലോൺ എഗ്രിമെൻ്റ് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുന്നത്. കോമൺ മിസ്കൺസെപ്ഷനകത്ത് വരുന്ന ഒരു സംഗതിയാണ് ലിമിൻ്റെ ആവശ്യമുണ്ടോ. ഇപ്പം ചിലപ്പോൾ ഒരു വലിയ പീസ് ഓഫ് ലാൻഡ് ബിൽഡർ മേടിച്ച് 3-4 വീടായിരിക്കും പണിയുന്നത്. അതിന് നമുക്ക് ലിമിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ബിക്കോസ് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് അറിയാം. അതെ, ഇത്രയും ഇമ്പോർട്ടൻറ്റ് ചെക്സ് ആണ് ഒരു ലോയർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ബയറെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറഞ്ഞില്ല സാർ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ഹോം ബയേഴ്സ് ഉണ്ട്, ബിസിനസ് ബൈ ചെയ്യുന്നവരുണ്ട്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ബൈ ചെയ്യുന്ന പലതരം ബയേഴ്സാണ് മാർക്കറ്റിലുള്ളത്. നാട്ടിലെ പോലല്ല, ഇവിടെ ഏത് പ്രോപ്പർട്ടി ബൈ ചെയ്യുമ്പോഴും ലോയേഴ്സിൻ്റെ സർവീസ് നമ്മൾ എടുക്കാറുണ്ട്. എങ്ങനെയാണ് ലോയേഴ്സിൻ്റെ പാർട്ട് ഈ ബൈയിങ് പ്രോസസ്സിൽ വരുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷുവർ. ദ ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു വെൻ നമുക്ക് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ ആൻഡ് യു ഹാവ് ടു ഡു യുവർ ഡ്യൂ ഡിലിജൻസ് റിസർച്ച് ആൻഡ് എവറിത്തിങ്. അപ്പം ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഇസ് യു നീഡ് ടു ഹാവ് എ ലോയർ വിത്ത് യു. ഓക്കെ, ഹാവ് ദ ലോയർ ബിക്കോസ് ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പം ഇപ്പം നമ്മളുടെ മെജോറിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മെജോറിറ്റി റെസിഡൻഷ്യൽ ഹോംസ് ആണ് മേടിക്കുന്നത്. അതെ, വെരി ഫ്യൂ ആർ ബൈങ് കമേഴ്ഷ്യൽ. കമേഴ്ഷ്യൽ വന്നിട്ടില്ല ഇതുവരെ ഫ്രം അവർ കമ്മ്യൂണിറ്റി. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും യങ് കപ്പിൾ അവർ പോയി നോക്കുമ്പം ഒരു വീട് പോയി കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ പോയി സൈൻ ചെയ്തു. ഡോണ്ട് ഡു ദാറ്റ്. ദർസ് എ റെഡ് ഫ്ലാഗ് ദർ. നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുക ഒരു വീട്. ഓക്കെ, അതുപോലെ തന്നെ വേറെ 3-4 വീട് 3-4 ഓപ്പൺ ഹോംസിന് പോയി കാണുക. സി ഹൗ ദ പ്രോസസ്സസ് ആ വീട് വിൽക്കുന്നതിന് വീടിൻ്റെ എല്ലാം കാണുക. ദ പ്രൈസിങ് യു ഹാവ് ടു ബി അവെയർ ആൻഡ് ഇൻഫോംഡ് ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ഹൗസസ്. ഓപ്ഷന് പോവുക. ഗോ ആൻഡ് സി ഹൗ ആൻ ഓപ്ഷൻ വർക്ക്സ്. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഇതാണ് ദിസ് ഇസ് ഓൾ പാർട്ട് ഓഫ് എ ഡ്യൂ ഡിലിജൻസ് ബിഫോർ യു ഈവൻ സൈൻ ഓൺ ദ ഡോട്ടഡ് ലൈൻ. എന്നിട്ട് വെൻ യു സീ ഓൾ ഓഫ് ദിസ് ആൻഡ് ദെൻ യു സീ ദ ഹൗസ് ദാറ്റ് ആക്ച്വലി ഫിറ്റ്സ് യുവർ ബിൽ. നമ്മുടെ ബില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനാൻസ് നമ്മുടെ ബഡ്ജറ്റിനകത്ത് വീഴണം. നമ്മുടെ എല്ലാം നമ്മുടെ ഏരിയ അനുസരിച്ച് ഇപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം നോക്കുന്നത് നമുക്ക് ജോലി സ്ഥലം, സ്കൂൾ, പിള്ളേരുടെ സ്കൂൾ, ഇതൊക്കെ നോക്കിയാണ് ഒരു വീട് കണ്ടെന്ന് വെച്ചു. വെൻ യു ഫൈൻഡ് ദാറ്റ്, contact the lawyer. Okay, before you sign, get the offer, put your offer, give the agreement to your lawyer, and then the lawyer will. ഏതാണ് എഗ്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെയിൽ ആൻഡ് പർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് പോയി കാണുമ്പം ഏജൻസ് ഉണ്ടല്ലോ. അപ്പം നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ദ ഏജൻറ്റ് പ്രൊവൈഡ് യു വിത്ത് ദ സെയിൽ ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റ്. അപ്പോൾ അതിനകത്ത് അവർ എല്ലാം എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ they have written all those in that. അപ്പം അത് ഹാവ് ദ നമ്മുടെ ഡീറ്റെയിൽസ് ഏജൻറ്റിന് കൊടുക്കുക. ഏജൻറ്റ് നമുക്ക് അത് അയച്ചു തരും. എന്നിട്ട് യു ക്യാൻ ഡിസ്കസ് വിത്ത് യുവർ ലോയർ. ഇതാണ് എഗ്രിമെൻറ്റ്, ഇതാണ് ഞങ്ങൾ പ്രൈസ് കൊടുത്തത്. സി മെനി ഓഫ് ദം ഡോണ്ട് നോ ദാറ്റ് എ ലോയർ ക്യാൻ ബാർഗെയിൻ ഫോർ യു ടു. Okay, not directly with the vendor or the agent, but for you നമുക്ക് അഡ്വൈസ് ചെയ്യാം. We can advise and say, see, ഈ ഏരിയയിൽ ഈ വീടിന് ഇത്രയല്ലേ ഉള്ളൂ. There are a lot of, so we help you to bargain on the correct price. We can do that for you. Many of our clients don't know that. You can do that. Your lawyers will help you to do that. പിന്നെ ഒരു എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ we will advise you. എന്താണ് അവിടെ എഴുതേണ്ടത്? കണ്ടീഷൻസ് വേണം. ഫൈനാൻസ് കണ്ടീഷൻ, ലിം കണ്ടീഷൻ, ബിൽഡിംഗ് റിപ്പോർട്ട് കണ്ടീഷൻ, ടോക്സിക്കോളജി എന്ന് പറഞ്ഞാൽ ഈ മെത്ത് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പം ഇതെല്ലാം വി വിൽ അഡ്വൈസ് യു. ലിം റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
LIM എന്ന് പറഞ്ഞാൽ ലാൻഡ് ഇൻഫർമേഷൻ മെമ്മോറാൻഡം ആണ്. ഇറ്റ് കംസ് ഫ്രം ദ കൗൺസിൽ. വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്. ഈ ലിമിനകത്ത് എന്ന് പറഞ്ഞാൽ കോംപ്ലയൻസ് regulations ആണ്. Is the property complying with the regulations? Say for example, ഒരു പുതിയ വീടാണ്, പ്രോപ്പർ CCC ഉണ്ടോ, റിസോഴ്സ് കൺസെൻറ്റ് അനുസരിച്ചാണോ ആ വീട് പണിതത്, പിന്നെ ഫ്ലഡിങ് ഇഷ്യൂസ്, നാച്ചുറൽ ഹസാർഡ്സ് ഉള്ള ഏരിയ ആണോ, ഫ്ലഡ് ഇപ്പം നമ്മുടെ ഓക്ലൻഡിൽ കഴിഞ്ഞ റെയിൻസിൽ ഫ്ലഡിങ് ഉണ്ടായ, അപ്പോൾ അതെല്ലാം നമ്മുടെ ലിമിനകത്ത് കവർ ചെയ്യും. ഇഫ് യു ആർ ബൈയിങ് എൻ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി, അതിനകത്ത് എന്തെങ്കിലും അൺകൺസെൻറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇപ്പം നമ്മുടെ വീടിനകത്ത് എന്ത് വർക്ക് ചെയ്താലും വാട്ട് എവർ ചേഞ്ചസ് ദ സ്ട്രക്ചർ യു നീഡ് കോഡ് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ കൗൺസിൽ. അതില്ലെങ്കിൽ ഇറ്റ് വിൽ ഷോ അപ്പ്. അപ്പം അതൊക്കെ നമ്മൾ വീട് കാണാൻ പോകുമ്പം തന്നെ അറിയാം ഇവിടെ ഒരു എക്സ്ട്രാ വർക്ക് ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ the LIM will tell you whether that extra additional work has a CCC. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ്, കോംപ്ലയൻസ് ഡീറ്റെയിൽസ് ആണ് യു വിൽ ഗെറ്റ് ഇൻ എ LIM റിപ്പോർട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടിയിൽ പൈപ്പ്സ് പോകുന്നുണ്ടോ, സ്റ്റോം വാട്ടർ പൈപ്പ് പോകുന്നുണ്ടോ, വേസ്റ്റ് വാട്ടർ പൈപ്പ് പോകുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഒരു ലിമ്മിനകത്ത് നോക്കുമ്പം നമ്മൾ അറിയുന്നത്. ദെൻ the lawyer will go through that and advise you. ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെയുള്ള ഇഷ്യൂസ് നമുക്ക് ലിമിനകത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെ നമുക്ക് ഒത്തിരി വരുന്ന ഒരു ഇഷ്യൂ ആണ്. പുതിയ കൺസ്ട്രക്ഷൻസിനൊക്കെ ഈ റിസോഴ്സ് കൺസെൻറ്റ് അനുസരിച്ച് ആണല്ലോ നമ്മൾ പണിയേണ്ടത്. അപ്പം ചില സമയത്ത് ചില റിക്വയർമെൻറ്റ്സ് ബിൽഡേഴ്സ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ LIM റിപ്പോർട്ടിൽ കൺസ്ട്രക്ഷൻ മോണിറ്ററിങ് അണ്ടർ വേ എന്ന് പറഞ്ഞ് കാണിക്കും. അത് ചിലപ്പം നിസ്സാര കാര്യമായിരിക്കും, അത് ബിൽഡർ അത് ചെയ്യാത്തതുകൊണ്ട് കൗൺസിൽ ഹാസൻ ക്ലോസ്ഡ് ഇറ്റ് ഓഫ്, സോ ഇറ്റ് ഇസ് സ്റ്റിൽ ഓൺ ദെയർ. ബട്ട് നമ്മളുടെ പർച്ചേസ് ചെയ്യുമ്പം വി നീഡ് ടു ബി അവെയർ ഓഫ് ദാറ്റ്, because if it is still there, നമുക്ക് ഇനി 2 or 3 years down the line if you want to sell it, the same issue will come up. പിന്നെ then we will have to run and get the council do it and close it off. അപ്പോൾ ഇത് കാണുമ്പം you can, that's one. പിന്നെ ഈയിടെ വന്നതെന്ന് പറഞ്ഞാൽ അബേറ്റ്മെൻറ്റ് നോട്ടീസസ്. ദാറ്റ്സ് എ ലീഗൽ നോട്ടീസ് ദാറ്റ് കൗൺസിൽ സ്ലാപ്സ് ഓൺ എ ബിൽഡർ. അവരുടെ ഇതനുസരിച്ച് അവർ വർക്ക് ശരിക്കല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ദേ വിൽ സ്ലാപ്പ് എൻ അബേറ്റ്മെൻറ്റ് നോട്ടീസ് ദാറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ്. അപ്പം ഈ ഒരു ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ലിമിനകത്ത് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബിൽഡിംഗ് ലൈൻ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് അവർ ഹൗസ് ഇസ് ഓൺ ദ റോഡ് സൈഡ്, കൗൺസിൽ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ഓഫ് അവർ റോഡ് എക്സ്പാൻഷൻ ഒക്കെ വരുമ്പം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും അവർക്ക് കുറച്ച് സ്ഥലം അവർക്ക് അങ്ങ് എടുക്കാം. Those will be mentioned in the LIM. So these are the little things that, but it is very important that you take a LIM. Common misconception നകത്ത് വരുന്ന ഒരു സംഗതിയാണ് ലിമിൻ്റെ ആവശ്യമുണ്ടോ. ഇപ്പം ചിലപ്പോൾ ഒരു വലിയ പീസ് ഓഫ് ലാൻഡ് ബിൽഡർ മേടിച്ച് 3-4 വീടായിരിക്കും പണിയുന്നത്, അതിന് നമുക്ക് ലിമിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്, ബിക്കോസ് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് അറിയാം. അതെ, ഇത്രയും ഇമ്പോർട്ടൻറ്റ് ചെക്സ് ആണ് ഒരു ലോയർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ബയറെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു ന്യൂ ബിൽഡിന് ഒരു ലോയറുടെ ആവശ്യമുണ്ടോ എന്ന് പലരും കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ന്യൂ ബിൽഡിന് എന്താണ് ലീഗൽ അസിസ്റ്റൻസ് നോക്കേണ്ടത്? ഇപ്പം നമ്മൾ ന്യൂ ബിൽഡ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആണെങ്കിലും യു നീഡ് എ ലോയർ. Because purchase of a property can never be completed without the lawyer. Because അതിനകത്ത് ഈ വരുന്ന ലീഗലായിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് യുവർ പ്രോപ്പർട്ടി ഇൻ ടു യുവർ നെയിംസ് ഇറ്റ്സ് ഓൾ ഡൺ ബൈ ദ ലോയർ. ലോയർ വഴിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്, അല്ലാണ്ട് വേറെ വഴിയില്ല. സോ യു വെദർ ഇറ്റ് ഡസൻ മാറ്റർ, ന്യൂ ബിൽഡ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി ആണെങ്കിലും യു നീഡ് എ ലോയർ. പിന്നെ ന്യൂ ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പം, we will be able to check if the built house is meeting all the requirements, compliance requirements as per the resource consent. Council close off ആക്കിയതാണോ അപ്രൂവ് ആക്കിയതാണോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രോസ് ലീസ് പ്രോപ്പർട്ടിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹൈ ലെവൽ പറഞ്ഞാൽ മതി, അതിൻ്റെ ഫുൾ ലീഗൽ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. എന്നാലും ഒരു ഹൈ ലെവൽ ഒരു ബയർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ലീഗൽ സൈഡിൽ നോക്കുമ്പോൾ? ക്രോസ് ലീസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ ക്രോസ് ലീസ്, ഞങ്ങളിപ്പം താമസിക്കുന്ന ക്രോസ് ലീസാണ്. ഇപ്പം ദർ ഇസ് നോ ക്രോസ് ലീസ് നൗ.
But cross-lease is that you are sharing the ownership of that particular land with other owners. I'll give my example. Okay, ഞങ്ങളുടെ property is a cross-lease and there are 2 properties on that land. അപ്പം ഇറ്റ്സ് സേ അബൌട്ട് 800 സ്ക്വയർ മീറ്റർ ആണെന്ന് വെച്ചോ. അതിൻ്റെ ഹാഫ് ഷെയർ ഞങ്ങൾക്ക്, ഹാഫ് ഷെയർ ഗോസ് ടു ദി അതർ പ്രോപ്പർട്ടി. സോ വി ആർ സോർട്ട് ഓഫ് ലീസിങ് our individual areas to each other. Okay, ക്രോസ് ലീസ് പ്രോപ്പർട്ടിക്കകത്തുള്ള വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വർക്ക് അവിടെ ചെയ്താലും എന്ത് നമ്മൾ പുതിയ ബിൽഡിംഗ് കൊണ്ടിടുവാനാണെങ്കിലും ഓൾവേസ് യു ആർ ഡൂയിങ് സം വർക്ക് ഓൺ ഇറ്റ്, you have to take the consent of the other lease owner as well. വീടിനകത്ത് ഇപ്പോൾ ഒരു ഗ്യാസ് സ്റ്റൗ മാറുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇല്ല, വീടിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ എനിത്തിങ് യു ആർ ഡൂയിങ് ഔട്ട്സൈഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് നമ്മൾ വരുത്തുവാണെങ്കിൽ you have to take the permission of the other lease owner. That is what you have to do in a cross lease situation. EPOയുടെ കാര്യത്തിലാണെങ്കിലും വില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രോപ്പർട്ടി ബൈയിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോയറുടെ പ്രസക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂസിലൻഡിൽ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ രജിസ്റ്റർ ഓഫീസിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഒരു ലോയറുടെ സർവീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മളൊരു ലോയറുടെ സർവീസസ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുക? ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ രജിസ്ട്രാറിൻ്റെ കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ലോയേഴ്സ്. അവർ നമ്മുടെ നാട്ടിൽ അവർ ചെയ്യുന്ന കാട്ടിലും കൂടുതൽ ജോലിയാണ് നമ്മൾ ഇവിടുത്തെ ലോയേഴ്സ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഈ സെയിൽ ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റ് വരുന്ന ആ സമയം തൊട്ട് ഈവൻ ബിഫോർ ദാറ്റ് ഇല്ലേ, നമ്മൾ ലോയേഴ്സിൻ്റെ ഒരു സർവീസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ബിക്കോസ് ദ ലോയേഴ്സ് വിൽ അഡ്വൈസ് യു. നമുക്ക് എങ്ങനത്തെ വീടാണ്, നമ്മൾ എന്നാ പ്രോപ്പർട്ടി നോക്കുമ്പോൾ എന്നാ പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് പ്രൈസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ തൊട്ട് ടിൽ ദി എൻഡ്, ടിൽ നമ്മൾ ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ബാങ്കിൽ നിന്ന് വരുന്ന പൈസ, നിങ്ങളുടെ ലോൺ പൈസ ഞങ്ങളുടെ ട്രസ്റ്റ് അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. അത് ഞങ്ങൾ മറ്റേ വെണ്ടറിൻ്റെ ലോയറിൻ്റെ ട്രസ്റ്റ് അക്കൗണ്ടിലോട്ട് ഇടുന്നു. പിന്നെ നമ്മൾ ഈ ട്രാൻസ്ഫർ രജിസ്ട്രേഷൻ, മോർഗേജ് രജിസ്ട്രേഷൻ, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മളാണ്, ലോയേഴ്സാണ് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം, എവറിത്തിങ്. സോ വി ആർ സൈനിങ് ഇറ്റ് ഓൺ യുവർ ബിഹാഫ്. യു ഗിവ് us the authority and we sign it on your behalf. അപ്പം എവറിത്തിങ് ഇസ് ഡൺ ബൈ ദ ലോയർ. ഇപ്പം ക്ലയൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു സീ എ ഹൗസ്, യു ടെൽ us you like this house, you sign the agreement, you give it to us, then you sort out your mortgage, then everything is done for you by the lawyers. വളരെ ക്രൂഷ്യൽ പാർട്ടാണ് ഈ ബൈയിങ് പ്രോസസ്സിൽ ലോയറിനുള്ളത്. യെസ്, ബൈയിങ് മാത്രമല്ല സെല്ലിങ്ങും ഉണ്ട് കേട്ടോ, ഇഫ് യു ആർ സെല്ലിങ് എ ഹൗസ് ആസ് വെൽ. സോ ഇപ്പം ഒരു എങ്ങനെയാണ് ഇപ്പം സിന്ധു ചോദിച്ച പോലെ ഹൗ വുഡ് യു സോഴ്സ് ഔട്ട് എ ലോയർ അല്ലേ? വൺ തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഈ പ്രോപ്പർട്ടി നമുക്കിങ്ങനെ പ്രോപ്പർട്ടി ലോയേഴ്സിനെ വേണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബിക്കോസ് ഓൺലി പ്രോപ്പർട്ടി ലോയേഴ്സ് ക്യാൻ ഡു ദിസ് കൺവെൻസിങ് വർക്ക് ഫോർ യു. ഓക്കെ, യു കാൻ ഗോ ടു എ ക്രിമിനൽ ലോയർ ആൻഡ് ഡു ഇറ്റ്. ദേ വോണ്ട് ഡു ദാറ്റ് ഫോർ യു. സോ അതുകൊണ്ട് പ്രോപ്പർട്ടി ലോയേഴ്സ് വേണം. സി ഇഫ് യു വാണ്ട്, majority of our clients come through word of mouth. നമ്മൾ സർവീസ് കൊടുത്ത clients, they go and pass on. പിന്നെ you can, that's one source. The other source is you can go to Google and do a search there and see for property lawyers, and you get a list of lawyers there. You can go there. പിന്നെ ഞാൻ പോലെ യു ക്യാൻ ഗോ ടു ദി ന്യൂസിലൻഡ് ലോ സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ കയറി അവരുടെ രജിസ്റ്റർ ഉണ്ട് ലോയേഴ്സിൻ്റെ. യു ക്യാൻ ഗോ ആൻഡ് സെർച്ച് ദേ. ഫൈനാൻസ് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ, ബാങ്കുമായിട്ട് ലോയർ ലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇനീഷ്യൽ ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങൾ ഒരു ലീഗൽ സൈഡിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ ലോയർ ഡസ് ഇസ്, മോർഗേജ് അഡ്വൈസേഴ്സ് ആണ് ക്ലയൻസിൻ്റെ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നത്. അതെല്ലാം ശരിയായി കഴിയുമ്പോഴത്തേക്കും the license with the bank comes on the day of settlement, not just on the day before that, because എല്ലാം ഇതായി കഴിയുമ്പോൾ ബാങ്ക് ഞങ്ങൾക്ക് ലോയേഴ്സിനാണ് ലോൺ എഗ്രിമെൻ്റ് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുന്നത്. then we have to
meet with the client, get it signed, make sure everything is correct, എല്ലാ ഡോക്യുമെൻസും എല്ലാം സൈൻ ചെയ്ത് നമ്മൾ എന്നിട്ട് അതിൽ ബാങ്കിന് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് we go through the loan documents and we make sure that the clients also go through, because they have to take the responsibility as well, because അവരുടെയാണ് ലോണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലപ്പോഴും ഈ ഇനീഷ്യൽ ഡെപ്പോസിറ്റിന് വേണ്ടി നമ്മളിൽ പലരും KiwiSaver ആണ് ഡെപ്പോസിറ്റായിട്ട് ഉപയോഗിക്കുക. എങ്ങനെയാണ് ഈ KiwiSaver നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? You can use it for two purposes. You can use it for deposit. That is the time when you make your agreement unconditional. Or you can use it for settlement on the settlement day. അപ്പം KiwiSaverൻ്റെ കാര്യം പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് KiwiSaver പ്രൊവൈഡേഴ്സ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം അവരുടെ മിനിമം number of days they require is 10 to 15 working days ആ പ്രോസസ്സ് ചെയ്യാൻ. ചില സമയത്ത് before 10 days അവർ ചെയ്യും, but that's fine, that's up to the providers, but they tell us you need to give us at least a minimum of 10 working days. ഇപ്പം നമുക്ക് ഡെപ്പോസിറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി ഹാഡ് എ ക്ലയൻറ്റ്, നോട്ട് ജസ്റ്റ് വൺ ക്ലയൻറ്റ്, മെനി ഓഫ് ആർ ക്ലയൻറ്റ്സ്, അവർക്ക് ഡെപ്പോസിറ്റിനാണ് വേണ്ടത്. ഓക്കെ, സോ ബട്ട് അവർക്ക് ആ ഫുൾ 10% ഡെപ്പോസിറ്റ് കൊടുക്കാനില്ല. അപ്പം നമ്മൾ വി ക്യാൻ ഗിവ് ദം എൻ അഡ്വൈസ്. വി ഗേവ് ദം എൻ അഡ്വൈസ്, ഓക്കെ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഓക്കെ, ഇറ്റ്സ് നോട്ട് നെസസറി യു ഹാവ് ടു ഗിവ് 10%. എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? 5% ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇപ്പം കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വി വിൽ ഇൻഫോം ദി വെൻഡർ ലോയർ ആൻഡ് ഗെറ്റ് കോൺഫർമേഷൻ ഇഫ് ഇറ്റ്സ് ഓക്കെ. പക്ഷേ വി അഡ്വൈസ് ഗിവ് ദറ്റ് 5%. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ KiwiSaver എമൗണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കി നമുക്ക് KiwiSaver എമൗണ്ടിൽ നിന്ന് നമുക്ക് ബാക്കി 5% ഡെപ്പോസിറ്റ് കൊടുക്കാം. That's one option. The other option is we can talk to the other side lawyer and say, look, clients can give 5% deposit now. ബാക്കി അവരുടെ KiwiSaver ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആ ബാക്കി 5% deposit, is it okay we give it at the time of settlement? So there are options you can work around. It's better than not giving anything. That's one scenario. The second scenario is ഇപ്പം സെറ്റിൽമെൻറ്റ് കുഡ് ബി പ്രോബബ്ലി 2 or 3 months down the line, നമ്മൾ അൺകണ്ടീഷണൽ ആയി കഴിഞ്ഞിട്ട്. അപ്പം KiwiSaver എടുക്കുവാണെങ്കിൽ വി ഓൾവേസ് അഡ്വൈസ് ഇത്രയും നേരത്തെ KiwiSaver എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഈ 3 monthsൻ്റെ നമ്മളുടെ പൈസയും പിന്നെ ഗവൺമെൻറ് അല്ല എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും വരുന്നുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ആ 3 മാസം നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് അത്രയും പൈസ നമുക്ക് യു ക്യാൻ ടേക്ക് ഫോർ യുവർ സെറ്റിൽമെൻറ്റ്. So we advise എന്തെങ്കിലും if you have anything of own funds in your bank account, use that towards a deposit and then use your KiwiSaver for settlement 3 months down the lane. So ടൈമും കിട്ടും, നമുക്ക് അത്രയും എക്സ്ട്രാ പൈസ നമുക്ക് നമ്മുടെ KiwiSaver അക്കൗണ്ടിലോട്ട് വരും. So these are the options we normally give for KiwiSaver for the deposit. One scenario I can give you was നമ്മുടെ ക്ലയൻസ് ആൾക്കാർ ചിലപ്പം ടേം ഡെപ്പോസിറ്റ്സ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് കാണുമായിരിക്കും. സോ ദേ സേ ഐ ഹാവ് എ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അത് ഇന്ന സമയത്ത് എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അന്നാണ് എക്സ്പയർ ആകുന്നത്. ദാറ്റ് അഗെയിൻ വി ഹാവ് ഓപ്ഷൻസ്. വി വിൽ സേ ഓക്കെ 10% ഡെപ്പോസിറ്റ് ഓക്കെ എന്തെങ്കിലും ഉണ്ടോ ആസ് എ ഡെപ്പോസിറ്റ് യു ക്യാൻ give whatever you have. പിന്നെ we can get that extension of time with consent from the vendor's lawyer to pay the balance when your fixed deposit has been released. Apom there are lots of options. It's not, there's no hard and fast rule 10% onja 10% tanne kodukka in the some, because the other side will also, they also understand the different situations. അപ്പോൾ യു ക്യാൻ ഡു ദാറ്റ് ഫോർ യുവർ ഡെപ്പോസിറ്റ് as well. KiwiSaver കിട്ടാനായിട്ട് ലിസ പറഞ്ഞിരുന്നു 10 മുതൽ 15 വർക്കിംഗ് ഡേയ്സ് ആവശ്യമാണെന്ന്. ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ? KiwiSaver എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊവൈഡേഴ്സ് ഉണ്ട്, ASB പ്രൊവൈഡേഴ്സ്, ബാങ്ക്, ഓരോ ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സാണ്. അപ്പം നമ്മൾ ഇപ്പം ആരുടെ അടുത്താണ് നമ്മുടെ KiwiSaver എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുക. ഒരു ഡെക്ലറേഷൻ പേജ് ഉണ്ട്, ദാറ്റ് ഹാസ് ടു ബി ഡിക്ലെയർഡ് ആൻഡ് സൈൻ ഇൻ ഫ്രണ്ട് ഓഫ് എ JP ഓർ ദ ലോയർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യു ഹാവ് ടു ടേക്ക് ദാറ്റ് ഫോം, fill up all your individual personal details, take the form with the copy of your passport,
and address proof. Passport ഇല്ലെങ്കിൽ driver license and bank card ആയാലും മതി. Take it to the JP or to the lawyer. അവരുടെ മുന്നിൽ declaration page sign ചെയ്യുക, certify your passport, photo ID and the address proof. And then if you're going to a JP, have all this done, scan it and send it to your lawyer. അപ്പോൾ ലോയറിൻ്റെ അടുത്താണെങ്കിൽ ഇത് ഡെക്ലറേഷൻ സൈൻ ചെയ്യുന്നത് ഞങ്ങൾ തന്നെ അത് സ്കാൻ ചെയ്ത് ഞങ്ങൾ വിൽ കീപ്പ് ഇറ്റ് വിത്ത് അസ് ആൻഡ് ദെൻ വി വിൽ സെൻഡ് ഇറ്റ് ടു യുവർ KiwiSaver പ്രൊവൈഡർ. എന്നിട്ട് ഈ KiwiSaver പ്രൊവൈഡറിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം ദേ വിൽ പ്രോസസ് ഇറ്റ് ആൻഡ് പിന്നെ നിങ്ങളുടെ KiwiSaver എമൗണ്ട് വരുന്നത് ലോയറിൻ്റെ ട്രസ്റ്റ് അക്കൗണ്ടിലോട്ടാണ്. There is a common misconception among our clients എന്ന് പറഞ്ഞാൽ KiwiSaver amount ഞങ്ങളുടെ അക്കൗണ്ടല്ലേ, അപ്പോൾ അത് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. ഇല്ല, അത് they will give it to the lawyer's account. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ KiwiSaver ഫണ്ട്സ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഹോമിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നോട്ട് ഫോർ എനി അതർ പർപ്പസസ്. അപ്പം അതുകൊണ്ടാണ് ഫോർ സേഫ്റ്റി ആൻഡ് ഫോർ സെക്യൂരിറ്റി, ബിക്കോസ് ലോയേഴ്സ് ആർ ഗിവിങ് ആൻ അണ്ടർടേക്കിംഗ് ആസ് വെൽ ടു ദ KiwiSaver പ്രൊവൈഡർ. നിങ്ങൾ തരുന്ന ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ KiwiSaver ഫണ്ട്സ് വിൽ ബി യൂസ്ഡ് either for the deposit of the purchase of this particular property, because property details, sale and purchase agreement, ഇതെല്ലാം വെച്ചാണ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത് പ്രൊവൈഡറിന്. സോ വി ആർ ഗിവിങ് എൻ അണ്ടർടേക്കിംഗ്. ഈ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിലോ ട്രസ്റ്റിലോട്ട് വന്നു കഴിയുമ്പം വി വിൽ യൂസ് ദാറ്റ് സോൾലി ഫോർ the deposit of this property, and if there is any balance after that, it will go towards the settlement. പിന്നെയുള്ള അണ്ടർടേക്കിംഗ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ പ്രോപ്പർട്ടി ഫോർ എനി റീസൺ അത് അവർക്ക് മേടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് ക്യാൻസലായി എന്ന് വരുവാണെങ്കിൽ നോട്ട് ഫുൾ എമൗണ്ട്, no deduction at all, full amount we undertake to return it back to the KiwiSaver account. അപ്പോൾ ആ ഒരു അണ്ടർടേക്കിംഗ് ഒക്കെ വെച്ചാണ് നമ്മൾ ലോയേഴ്സ് KiwiSaverന് കൊടുക്കുന്നത്. സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് KiwiSaver ആപ്ലിക്കേഷൻ ആൻഡ് ദ നീഡ് ഫോർ യുവർ ലോയർ ഇൻ ദിസ് പ്രോസസ്. ഈ ഇത്രയും നേരം ലിസയെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള റോളാണ് ആസ് എ സോളിസിറ്റർ, ആസ് എ ബാരിസ്റ്റർ ലിസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് EPOA, എൻഷുറിംഗ് പവർ ഓഫ് അറ്റോർണിയെക്കുറിച്ച്, വിൽസിനെ കുറിച്ച്, ഒരു പ്രോപ്പർട്ടി ബൈയിങ്, സെല്ലിങ്, ഇതിലൊക്കെ ലോയറുടെ റോൾസ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ രീതിയിലുള്ള അസിസ്റ്റൻസ് ആണ് ചെയ്യാൻ പറ്റുന്നതെന്നെല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു. ഇതുകൂടാതെ മറ്റെന്തെല്ലാം സർവീസുകളാണ് ആസ് എ ലോയർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ലോയേഴ്സ് ഞങ്ങൾ property lawyers, as a property lawyer ഞങ്ങൾ buying and selling of not just residential, നമ്മൾ commercial properties as well, we do sale and purchase of that. ബിസിനസ് സെയിൽ ആൻഡ് പർച്ചേസ് വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ് സെയിൽ ആൻഡ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രെമിസ് അല്ല, യു ആർ ബൈയിങ് ദ ബിസിനസ്. സേ ഫോർ എക്സാമ്പിൾ ഒരു കോഫി ഷോപ്പ് ഇസ് ബീങ് റൺ ഇൻ ദിസ് പർട്ടിക്കുലർ പ്രെമിസ്. ആ കോഫി ഷോപ്പ് ബിസിനസ് മേടിക്കാൻ വേണ്ടിയിട്ട് we assist that. So sale and purchase of that particular business. A business sale and purchase ചെയ്യുന്ന സമയത്ത് when you're buying a business, a lawyer is important, because we have is this sale and purchase is probably the same, but the concept is different, so you have more due diligence. It's more complex. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും assets ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, സ്റ്റോക്ക്, ബിസിനസ്സിന് പ്രോഫിറ്റബിൾ ബിസിനസ് ആണോ, ലീസ് കാണും, ബിസിനസ് പ്രെമിസസിന് ലീസ് കാണും, ലീസിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഞങ്ങൾ നോക്കും. പ്ലസ് ദ ഫൈനാൻഷ്യൽസ് ഓഫ് ദ ബിസിനസ്. ഇൻ എ ബിസിനസ് സെയിൽ ആൻഡ് പർച്ചേസ്, lawyers will always recommend that you have a accountant as well to advise you, because ഇതിനകത്ത് ഫൈനാൻഷ്യൽസും ടാക്സും IRDയുമായിട്ടുള്ള ഇത്. അപ്പം we do all the checks. We do check if there are any liabilities. അപ്പോൾ നമ്മൾ ബിസിനസ് പ്രോഫിറ്റബിൾ ബിസിനസ് മാത്രമല്ല മേടിക്കുന്നത്, there could be liabilities as well. പിന്നെ we have to check that. Then you might be having employees. ഇല്ലേ, business will have employees. You're probably taking over the employees. അവരുടെ employer were they doing compliant with the employment law. അപ്പോൾ ഇതെല്ലാം ആണ് നമ്മൾ ഒരു ബിസിനസ് സെയിൽ ആൻഡ് പർച്ചേസ് എഗ്രിമെൻറ്റിനകത്ത് നമ്മൾ നോക്കി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ we do wills. We also
help with trust, formation of trust, and then transferring of the property into the trust. Adananengilum lawyers can only do that. So that's also a part of the trust conveyancing. ഇത്തിരി മുമ്പ് പറയുന്നുണ്ടായിരുന്നു ഫാമിലി ഓൺഡ് ബിസിനസ് ആണെന്ന്. നിങ്ങളുടെ ഫുൾ ഫാമിലി ലോയേഴ്സ് ആണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഓപ്പറേഷൻസ്? ഇനിഷ്യലി ഞങ്ങൾ എല്ലാവരും ലോയേഴ്സ് അല്ലായിരുന്നു. ഹസ്ബൻഡ് മാത്രമായിരുന്നു, ജോൺസൺ മാത്രമായിരുന്നു ലോയർ. ഐ എം കമ്മിങ് ഫ്രം എ അക്കൗണ്ട്സ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജോൺസൺ റീക്വാളിഫൈഡ് as a registered lawyer here. Then he started his work. He worked with another firm in Manureva. അത് കഴിഞ്ഞിട്ട് when I was working for simultaneously I was working for a telecommunications company here in the accounts. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോൺസൺ പറയുമായിരുന്നു, എടി നീ ലോയ്ക്ക് പഠിക്കുക. ഞാൻ പറഞ്ഞു ഒരു ലോയർ മതി നമ്മുടെ ഫാമിലിയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു അത് മാറ്റി വെക്കുമായിരുന്നു. പക്ഷേ when we started our own firm, law firm in 2017, and because it was our own business, I knew that he would probably need some help. But even before that I used to help him, and then I did even my legal executive just for the sake of get some knowledge about law so I can help him in the business. Agane legal executive course ഞാൻ ചെയ്തതാണ് part time ആയിട്ട്. Simultaneously I was working as well. In 2017 when he started the business, then I knew I can't help him and then do my job as well. So I left my telecommunications job and I joined with him. പിന്നെ ഒരു ലീഗൽ എക്സിക്യൂട്ടീവായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ഇന്ന ഒരു ലിമിറ്റ് വരെ ഉള്ളൂ, നമുക്ക് ബാക്കി പിന്നെ എല്ലാം ലോയറാണ്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അത് എനിക്ക് ഇച്ചിരിയുടെ ഒരു ഇത്. അപ്പം പിന്നെ ഞാൻ one fine morning I just asked him, what do you think, should I learn law? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതിനെന്നാ ചെയ്തോ. So I thought there must be some sort of resistance from him, but no. He said, go do it. He said, I'm there to help you, I'll support you. അങ്ങനെ ഞാൻ I enrolled in AUT and I did my 4 years ഞാൻ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. ബിക്കോസ് ഫാമിലി ഉണ്ടായിരുന്നു, പിന്നെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ 4 years കൊണ്ട് ഞാൻ 4.5 years, ബിക്കോസ് ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു ഡു ആൻ ഇൻറ്റൻസീവ് കോഴ്സ് ഉണ്ട്, എന്നാലേ നമ്മളെ രജിസ്റ്റർ ആക്കത്തുള്ളൂ. സോ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ജേർണി കേട്ടോ. അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് ജേർണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ പിന്നെ കഴിയുമ്പോൾ മൂത്ത മോള് ഷീ ജോയിൻഡ് us when she finished her degree. She joined us. She started as an admin work just to get some feel about the work life and all this stuff. മകളും ഈ ലൈൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്? അവളും ഈ ലൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്. അപ്പം മൂത്ത മോള് എന്നിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തു. ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് സ്ലോലി ഷീ ഈസ് നൗ ഡൂയിങ് ദ ലീഗൽ എക്സിക്യൂട്ടീവ് കോഴ്സ് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയാണല്ലോ അമ്മ ചെയ്ത പോലെ മമ്മി ചെയ്ത പോലെ ഞാൻ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ലീഗൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളുടെ ചെറിയ മോളും ഷീ ഈസ് ഓൾസോ നൗ ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് ലോ. പിന്നെ മോനും ഹി ഓൾസോ കെയിം ഇൻ ടു ദ സെയിം ലൈൻ. സോ ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഗോഡ്സ് വിൽ അല്ലേ. എൻ്റെ മനസ്സിൽ എനിക്ക് അക്കൗണ്ട്സ് ആണ്, ഞാൻ അക്കൗണ്ടൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കോഴ്സ് ചെയ്യാൻ തുടങ്ങിയതാണ്. നമ്മുടെ ഐ ഡിഡ് അബൌട്ട് 3 or 4 പേപ്പേഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം ലോയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് വേറെയാണ്, ബട്ട് ഗോഡ് ലെഡ് us in a different direction. അപ്പം ഐ തിങ്ക് if you ask me like how the entire family has come into this, I would give everything to God's glory, because that was his plan. He led us and നമ്മൾ അറിയാണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് he just led us without any difficulty, and now here we are, all of us are in the same field, working for the same business. വളരെയധികം സന്തോഷം ഇത്രയും നേരം മലയാളം FM-ൻ്റെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് വില്ലിനെ കുറിച്ചും എൻറ്ററിങ് പവർ ഓഫ് അറ്റോർണിയെക്കുറിച്ചും ലീഗൽ സൈഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് ബിസിനസ്സിൻ്റെ ലീഗൽ സൈഡിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നതിന്. കാരണം ഈ ലീഗൽ ടേംസൊക്കെ എപ്പോഴും കേൾക്കുമ്പോൾ നമ്മൾ ഷൈവയായി പോകാറുണ്ട്. അത് ഇത്രയും വിശദമായി ഞങ്ങളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം. മുന്നോട്ടുള്ള എല്ലാ ബിസിനസ് സംരംഭങ്ങളും വിജയിക്കട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിന്ധു. താങ്ക് യു.